എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു മുട്ട ബജി ഉണ്ടാക്കാം. മുട്ട ബജി നമുക്ക് അതിനുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് മതി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കടലമാവ്, ശകല 2 സ്പൂൺ അരിപ്പൊടി, ഒരു 1.5 സ്പൂൺ മൈദ, പിന്നെ ഒരു ശകലം കായം വെള്ളത്തിലിട്ട്, കട്ടിയുള്ള കായം അത് വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ വേണം. അത് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അടുത്തത് അതിന് വേണ്ടുന്ന കടലമാവ്, അരിപ്പൊടി ഇട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. മൈദ ഇട്ട് ഒരു സോഡാപ്പൊടി ഇട്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. സോഡാപ്പൊടി ഒന്നും വേണ്ട. ഇത് ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒത്തിരി വേണ്ട, ആവശ്യത്തിന്. നമുക്കത് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇളക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം പിന്നെ ശരിയാകത്തില്ല. വെള്ളം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പിടിക്കത്തില്ല മുട്ടയിൽ. ഇച്ചിരി കട്ടിയായിട്ടിരിക്കണം. ശകലം കൂടെ, ഒരു തുള്ളിയും കൂടെ മതി. ഒത്തിരി വേണ്ട, ഇത്രയും കൂടെ മതി. ഇത് ഈ പരുവം മതി. ഇനി അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി ഇടാം.
മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, അര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടു. പിന്നെ ശകലം കുരുമുളക് പൊടി, ഇത്തിരി വേണ്ട, ശകലം. അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. മല്ലിയിലയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. മല്ലിയില ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കരിയാപ്പില മാത്രമേ ഇട്ടുള്ളൂ. നമ്മൾ ഉള്ളി എല്ലാം കൂടെ വറുത്ത് എല്ലാം കൂടെ വഴറ്റി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഒരു പീസ് മുട്ട എടുക്കുക. ഒരു പീസ് മുട്ട എടുത്തു. അതിനകത്തോട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യണം. പൊടിയെല്ലാം പിടിച്ച് ഫില്ല് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത പീസ് എടുക്കുക. എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഇപ്പം 4 മണിക്കൊക്കെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ കൊടുക്കാനും നമുക്ക് കഴിക്കാനും എല്ലാം നല്ലതാണ്. ഞങ്ങൾ നാടൻ മുട്ട, കടയിലെ മുട്ടയൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല. നല്ല കോഴിമുട്ട വീടുകളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, അല്ലാതെ കടയിലെ മുട്ടയല്ല. എനിക്കിഷ്ടമല്ല കടയിലെ മുട്ട. കടയിലെ മുട്ട ഉള്ളത് അതിനകത്ത് ചിലപ്പം അഴുക്കായ മുട്ട കാണും. അതുകൊണ്ട് ഇവിടിപ്പം വീടുകളിൽ നിന്നാണ്. അപ്പം അത് ശരിയാക്കി നമ്മൾ ഇതിത്രയും ഫില്ലാക്കി നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് സ്റ്റൗ കത്തിക്കുക. എല്ലാം ഇനി മാറ്റട്ടെ. സ്റ്റൗ കത്തിച്ചു എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാകട്ടെ.
ഇനി നമുക്ക് ഇടാം. അപ്പം നമ്മുടെ മുട്ട ബജി റെഡിയായിട്ടുണ്ട്. എന്താ നല്ല അടിപൊളി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിനകത്ത് മസാലയൊന്നും സാധാരണ ഉള്ളവർ വെക്കത്തില്ല. ഇത് മസാല വെച്ചെങ്കിലേ ഒരു രുചിയുള്ളൂ. മസാലയൊക്കെ വഴറ്റി അതിനകത്ത് വെച്ചെങ്കിലേ ഒരു രുചിയുള്ളൂ. അപ്പം നമ്മുടെ മുട്ട ബജി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയാണ്, നല്ല ചൂടാണ്. ഒന്ന് ആറിക്കോട്ട്. ഞങ്ങൾ ചായയും ഇട്ട്, കട്ടൻ ചായയും ഇട്ട് ഇതിൻ്റെ കൂടെ കഴിക്കും. അടുത്തൊരു വീഡിയോ ആയി പിന്നെ നാളെ കാണാം. ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കാണത്തുള്ളൂ. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം. ഓക്കെ, ബായ്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.